നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് മനുഷ്യവികാരങ്ങളെ കുറിച്ചാണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിടാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഈ സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ടല്ലേ. അതായത് നന്മ ചെയ്യുന്നവരുമുണ്ട്, അതുപോലെ തന്നെ തിന്മ പ്രവർത്തിക്കുന്നവരുമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ പിറക്കുമ്പോൾ ആരും തന്നെ തിന്മ പ്രവർത്തിച്ചുകൊണ്ടല്ല ജനിച്ചു വീഴുന്നത്. ഒരു നിഷ്കളങ്കത്വമുള്ള ഒരു കുഞ്ഞു വാവയായിട്ടാണ് ഈ ഭൂമിയിൽ പിറക്കുന്നത്. അതൊരു പരിധിവരെയും ഒരു നിഷ്കളങ്കത്വമുള്ള കുഞ്ഞുങ്ങളായിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. അതിനുശേഷമാണ് അവർ മുതിർന്ന് വരുമ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ മാരക വിഷമുള്ളുകളായ കയ്പ്, വെറുപ്പ്, പക, വിദ്വേഷം, വൈരാഗ്യം, കോപം, അസൂയ, ഗർവ് ഇതൊക്കെയും പ്രവേശിക്കുന്നത്. കോപിഷ്ഠനായ ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെയുള്ള വിഷമുള്ളുകൾ ആര് കടത്തിവിടുമെന്ന് ചോദിച്ചാൽ ദുഷ്ട സാത്താൻ കടത്തിവിടും. അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായിത്തീരും? ഒരു പൈശാചികനായി മാറും. പൈശാചികനായി മാറിക്കഴിയുമ്പോഴാണ് നമ്മൾ കലഹങ്ങൾ സൃഷ്ടിക്കുന്നതും കൊത്തും കൊലയും നടത്തുന്നതും. അപ്പോഴാണ് അവൻ ഒരു കൊടുംപാപിയായി തീരുന്നത്. ആരാണ് അവനെ കൊടുംപാപിയായി തീർക്കുന്നതെന്ന് ചോദിച്ചാൽ ദുഷ്ട സാത്താനാണ്. അവൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച ദുഷ്ട സാത്താനാണ് ഒരുവനെ കൊടുംപാപിയാക്കി മാറ്റുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയുള്ള മാരക വിഷമുള്ളുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കത്തില്ല കേട്ടോ. തമ്പുരാൻ അത് അനുവദിക്കുകയുമില്ല. സാത്താന് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുമില്ല. അവനെ നമ്മളെ പ്രകോപിപ്പിക്കുവാൻ സാധിക്കുകയുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അവൻ തക്കം നോക്കി പാർക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ, പക്ഷേ അവന് സാധിക്കുകയുമില്ല. പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും സാത്താൻ അവനെ മുതലെടുക്കും കേട്ടോ. അവനെ ഏത് വിധത്തിലാണ് നശിപ്പിക്കേണ്ടതെന്നു അവൻ തക്കം നോക്കി പാർത്തിരിക്കും. സാത്താൻ ഒരുവനെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അവനെ നശിപ്പിച്ച് അവൻ അടങ്ങും. എന്നാൽ മാത്രമേ സാത്താന് സന്തോഷം ലഭിക്കത്തുള്ളൂ. പക്ഷേ സാത്താന് സന്തോഷം കൊടുക്കുവാൻ നമ്മൾ അനുവദിക്കരുത് കേട്ടോ. നമ്മളെ തന്നെ നിയന്ത്രിക്കണം. നമ്മൾ ദൈവത്തോട് കൈയെടുക്കണം. നമ്മുടെ ഹൃദയത്തിലേക്ക് മാരക മുള്ളുകളെ കടത്തിവിടാൻ പാടില്ല.